കോൺട്രാക്ട് മാരേജ് ഭാഗം 71 റൈറ്റൻ ബൈ റോസ്. ഉറക്കമുണർന്ന് കണ്ണു തുറക്കുമ്പോൾ അടുത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുവാണ് ആള്. ഇത്രയും നേരം താനും ഇതേ കിടപ്പ് കിടന്നതുകൊണ്ട് നേരെ ഒന്ന് നിവർന്നു കിടക്കാൻ തോന്നി. പതിയെ നേരെ കിടന്നതും അവൻ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവളെ ഇറുകി പിടിച്ചു. ഇപ്പോഴും നല്ല ഉറക്കമാണ്. വയറിലമർന്ന കൈയിലേക്ക് അവളുടെ കണ്ണുകൾ നീങ്ങി. ഇതൊന്ന് എടുത്തുമാറ്റി പതിയെ എണീറ്റ് പോകണമെന്നുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ അകറ്റി മാറ്റാൻ തോന്നുന്നില്ല. കുറച്ചു നേരം അവനെ തന്നെ നോക്കിക്കിടന്നു. എന്തോ ഇങ്ങനെ കാണും തോറും അവനോട് വല്ലാത്ത പ്രണയം തോന്നും. സത്യത്തിൽ അകറ്റി നിർത്തുന്നത് മനഃപൂർവ്വമായിരുന്നില്ല. കഴുത്തിൽ ഒരു താലി വീണ് കഴിഞ്ഞിട്ടാവാം അതൊക്കെ എന്ന് കരുതിയിട്ടാകാമെന്ന് കരുതി. നാളെ ആരും പറയരുത് ഞാൻ വെറുതെ വന്നൊരു പെണ്ണാണെന്ന്. വെറുമൊരു ഒപ്പം മാത്രം പോരാ അതിന്. ചുരുങ്ങിയ കുറച്ച് ആളുകളെങ്കിലും കാണണം, അറിയണം ശിവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന്. അച്ഛനില്ലാതെ അമ്മയുടെ തണലിൽ വളർന്നൊരു പെണ്ണാണ്. ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ടി ചെയ്യാനും എനിക്ക് വേണ്ടി സംസാരിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി തന്നെ ഞാൻ ഓരോന്ന് ചെയ്യുന്നു. ഭദ്ര പതിയെ അവൻ്റെ മുടിയരികിൽ വിരൽ കിടത്തി തലോടി. ഉറങ്ങിക്കിടക്കുമ്പോൾ ഉള്ള ആളല്ല ഉണരുമ്പോൾ. അന്നേരം വേറെ സ്വഭാവമാണ്. പണ്ടൊക്കെ എത്രയോ വട്ടം ഈ മുഖം നോക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ പഴയ ആളെയല്ല, തൻ്റെ അടുത്ത് മാത്രം. വലിയ സ്നേഹമാണ്. ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടേയില്ല. അങ്ങനെയൊരു സാഹചര്യം തൻ്റെ ഭാഗത്ത് നിന്നില്ല താനും. ഇനിയെന്നും സ്നേഹത്തോടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ല ഒരു കൊച്ചു ജീവിതത്തിൽ. അല്ലെങ്കിലും എന്താണ് ഇത്രമാത്രം ആഗ്രഹിക്കാൻ? ഈ കൂടെയുള്ള നിമിഷങ്ങളല്ലാതെ. ഭദ്ര അവനെ ഉണർത്താതെ മെല്ലെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ശിവൻ അവളെ അമർത്തിപ്പിടിച്ചു. എന്നെ നോക്കി കുറ്റം പറഞ്ഞിട്ട് എങ്ങോട്ടോ എണീറ്റ് പോകുന്നേ? അപ്പോൾ ഉറക്കമല്ലായിരുന്നോ? ഞാൻ കരുതി ഉറങ്ങുവാണെന്ന്. ഉറക്കമൊക്കെയായിരുന്നു. നീ എന്നെ കുറച്ചു നേരമായി നോക്കി എന്തൊക്കെയോ പറയുന്നില്ല എന്നോ? അത് കേട്ട് എണീറ്റതാ. അവൻ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. അതൊക്കെ ശിവേട്ടൻ കേട്ടോ? ഞാൻ ചുമ്മാ ഒന്നുമല്ല, എനിക്കറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറ്റമൊക്കെ ആയി അല്ലേ? അവൻ വിഷമം ഭിന്നിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്കും വിഷമമായി. ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ശിവേട്ടൻ ഒരുപാട് മാറിയെന്ന് പറയുമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇങ്ങോട്ട് വന്നേ. അവൻ അവളെയും കൊണ്ടുവന്ന് മറഞ്ഞു. അവൾ അടിയിലും അവൻ മുകളിലുമായി കിടക്കുവാണ്. അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ ആസ്വദിച്ച് കിടക്കുവാണവൻ. എന്തേ ഇങ്ങനെ നോക്കുന്നത്? എനിക്കെന്തോ പോലെ തോന്നുന്നുണ്ട്. എന്ത്? ഒരു പുരികമയർത്തി അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല. പറ, നിനക്കിപ്പോൾ എന്താ തോന്നുന്നേ? അറിയില്ല, പക്ഷേ എന്തൊക്കെയോ പോലെ. ഇനിയിപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ തോന്നും. ഞാനെപ്പോഴും നിൻ്റെ കൂടെ ഇങ്ങനെ കാണുമല്ലോ. ഇന്നലെ വരെ നമുക്കിടയിൽ നീ ഒരു മതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ കഴുത്തിൽ ശിവനൊരു മിന്നു കിട്ടിയതോടെ നീ നമുക്കിടയിൽ കെട്ടിത്തീർത്തിയ മതിലൊക്കെ ഇടിഞ്ഞു വീണു. ഇനി ഒന്നിനും ഒരു മറയുടെയും ആവശ്യമില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യടി, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയും നമുക്കിടയിൽ നിന്നെ ഞാൻ തൊടാൻ പാടില്ലെന്നുള്ള എന്തെങ്കിലും നിബന്ധന വെച്ചാൽ അത് മനസ്സിലിരിക്കുകയുള്ളൂ. സ്നേഹിച്ചു തുടങ്ങിയിട്ട് നാളെ കുറേയായി. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നിനും വരാതെ ഇടയ്ക്കെന്നേലും ചെറിയ കുസൃതി മാത്രം കാണിച്ച് ഒതുങ്ങി നിന്നത്. ഇനി പറ്റില്ല. എനിക്ക് നല്ല പ്രായമായി. ഇപ്പോഴേ നോക്കിയാലേ ഒരു 5-6 വർഷത്തിനുള്ളിൽ ഒരു കൊച്ചിനെയെങ്കിലും കിട്ടൂ. അവൻ പറയുന്നത് കേട്ട് അവൾ കണ്ണു മിഴിച്ചു. എന്തൊക്കെയാ പറയുന്നതെന്നുള്ള ഭാവത്തിൽ അവൾ അവനെ നോക്കി. ഇങ്ങനെ നോക്കാതെ പെണ്ണെ, പകലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മറക്കും. അല്ലേലും എന്തു പകൽ അല്ലേ? അങ്ങോട്ട് എഴുന്നേറ്റ് ആരെങ്കിലും കണ്ടാൽ അതിന് കഥ കടച്ചല്ലേ കിടക്കുന്നത്. പിന്നെ ആര് കാണാൻ? കെട്ടിയോടെ നിങ്ങളുടെ നാണവും മാണവും ഒക്കെ പോയി. അല്ലേലും നിന്നോട് എനിക്ക് എന്തിനാ അതൊക്കെ? എന്നാലും 5-6 വർഷം. ഇപ്പോൾ പഴയ പോലെയല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ പാടാ. ഓരോരുത്തന്മാരാണെങ്കിൽ പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. കെട്ടാത്തതല്ല, നല്ല ഒന്നിനെ കിട്ടാത്തതാണ്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും പെണ്ണ് കിട്ടാൻ പാടാണെന്നാ പൊതുവേ പറയുന്നേ. എൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എൻ്റെയൊക്കെ പുറകെ പെൺപിള്ളേർ ക്യൂ ആയിരുന്നു. എന്നിട്ടെന്താ പോകാഞ്ഞത്? അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ഭദ്ര കിറികൊട്ടി. അവനത് കണ്ട് ചിരി വന്നു. കുശുമ്പ് അല്ലേടി? കുശുമ്പോ? എനിക്കോ? അതെ, എൻ്റെ കെട്ടിയോൾക്ക് തന്നെ. അവളുടെ മൂക്കിന് തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. അവൻ പിടിച്ച മൂക്ക് മെല്ലെ തിരുമ്മി വിട്ടു. ധന്യ കണ്ടില്ലേ, ഇപ്പോഴും എൻ്റെ പിന്നാലെയാണ്. കല്യാണത്തിന് പോലും വരാത്തത് അതുകൊണ്ടാണ്. ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നതെന്നുള്ള ഭാവത്തിൽ അവൾ മുഖം മാറ്റി. ധന്യ എന്തിനാ കല്യാണത്തിന് വരാത്തതെന്നുള്ള കാര്യമൊക്കെ എനിക്കും ശിവേട്ടനും ഒരുപോലെ അറിയാം. പിന്നെ എന്നോടുടക്കാനാണെങ്കിൽ ഞാനും വിട്ടുതരില്ല. അവൻ്റെ സംസാരം മാറുന്ന കണ്ടവൾ അവനെ ഓർമ്മിപ്പിച്ചു.
ഇന്നത്തെ ദിവസം അവനോട് പിണങ്ങാൻ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും പറഞ്ഞു പറഞ്ഞ് അവസാനം അതൊരു പിണക്കമായാലും. എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ. ഇണക്കവും പിണക്കവും സാധാരണ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ. പക്ഷേ ഇന്നത്തെ ദിവസം വേണ്ട. അവൾ തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയാണ് പറയുന്നത്. ശിവൻ്റെ മുഖത്ത് ചിരിയാണ്. എനിക്കും ഇന്ന് നിന്നോട് പിണങ്ങാൻ വയ്യൻ്റെ പൊന്നേ. അവൻ പറയുന്നത് കേട്ട് അത്ര നേരം വീർത്ത മുഖം പതിയെ തെളിഞ്ഞു വന്നു. അവളൊരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങും വിധമൊരു നോട്ടം. പെണ്ണിനെ അത്രയ്ക്കിഷ്ടമുണ്ടായിരുന്നിൽ അതിനെ അങ്ങ് കെട്ടാൻ മേലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടേനി. പറഞ്ഞു തീരും മുന്നേ ശിവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു. പെട്ടെന്നായതുകൊണ്ട് ഭദ്രയുടെ കണ്ണുകൾ പുറത്തേക്ക് പിഴിഞ്ഞു വന്നു. ഹൃദയമിടിപ്പ് കൂടി. ഷർട്ടിടാതെ നഗ്നമായ അവൻ്റെ പുറത്ത് അവളുടെ വലം കൈ മുറുകി ഇടം കൈകൊണ്ട് അവൻ്റെ മുടിയിഴകളിൽ വിരൽ കടത്തി അവയെ കോർത്തു വലിച്ചു. പരസ്പരം കാറ്റിന് പോലും കടക്കാൻ പറ്റാത്ത വിധം അവൾ അവനെ വരിഞ്ഞു മുറുക്കി. നിമിഷ നേരം കൊണ്ട് അവനായി തുടങ്ങി വെച്ചത് അവളിലേക്ക് കൂടി പകർന്നതും അവരുടെ ഇരുവരുടെയും ശബ്ദം ആ റൂമിലേക്ക് ഒന്നാകെ വ്യാപിച്ചു. അവളിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ അവൻ കവർന്നെടുത്തിരുന്നു. ഭദ്രയ്ക്ക് സമയം നീങ്ങവേ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഒരു പിടച്ചിലോടെ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവൻ്റെ കൈക്കരത്തിന് മുന്നിൽ അവളൊന്നുമല്ല. അത്രത്തോളം അവൻ ആ നിമിഷം അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു. അവളോടുള്ള മുഴുവൻ സ്നേഹവും അവളിലേക്ക് പകർന്നു കൊടുക്കാൻ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചു. ഇനിയും അവൾക്കായി കാത്തിരിക്കാൻ ഒട്ടും ക്ഷമയില്ലാത്തതുപോലെ അവളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മനസ്സോടെ. ഭദ്രയ്ക്ക് നന്നായി ശ്വാസം മുട്ടിയതും അവൾ എൻ്റെ പുറത്ത് തൻ്റെ നീട്ടി വളർത്തിയ നഖങ്ങൾ ആഴത്തിൽ വരിഞ്ഞു വിട്ടു. ആ നിമിഷം ശിവൻ അവളിൽ നിന്ന് അകന്നു മാറിയതും ഭദ്ര ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ചുമരിലേക്ക് ചാരിയിരുന്നു. ചുമരിൽ ചാരിയിരുന്ന് കിതപ്പടക്കുന്നവളെ നോക്കിയിട്ട് അവനും അവൾക്കടുത്തേക്കിരുന്നു. ഞാനിപ്പോൾ ചത്തുപോയേനെ. ഏയ്, അവനൊരു ചിരിയോടെ പറഞ്ഞതും ഭദ്ര അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചു. എൻ്റെ പുറത്ത് നല്ല നീറ്റലുണ്ട്. മിക്കവാറും മുറിഞ്ഞു കാണും. ശ്വാസം മുട്ടിയിട്ടും വിടാതെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവനൊരു വളിച്ച ചിരി ചിരിച്ചു. സോറി, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെയാണെങ്കിൽ 5-6 വർഷമൊന്നും വേണ്ടി വരില്ല. അവളത് പറയുമ്പോൾ ചിരി അടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എനിക്കും അത്രയും വേണമെന്നില്ല. ആഗ്രഹം കൊള്ളാം. ആദ്യം ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ, എന്നിട്ടല്ലേ. ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? ദേ മനുഷ്യ, പൊക്കോ. അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അടുത്തിരിക്കുന്നവൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ശിവൻ പതിയെ ബെഡിലിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചു. ഒറ്റ വലിക്ക് അവളെ വലിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടതും പെണ്ണ് ഞെട്ടലോടെ അവനെ നോക്കി. എന്തിനാ? ഞാനല്ലേ, പിന്നെ ഇങ്ങനെ ഞെട്ടണോ? ഇപ്പോൾ അതാ പേടി. എപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പേടിക്കണം. ഇനിയിപ്പോൾ ഒന്നിനും എനിക്ക് പേടിക്കണ്ടല്ലോ. അവളൊന്ന് ചിരിച്ചു. താഴേക്ക് പോകണ്ടേ? ശിവേട്ട കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ റൂമിൽ തന്നെയാണ്. അവരൊക്കെ പറയില്ലേ അങ്ങനെ? ആര് പറയാൻ? ദേ ശിവേട്ട, തമാശയ്ക്കല്ലേ. വന്നവരൊക്കെ പറയും. ഇത്രയും നേരമായില്ലേ, അമ്മ വന്ന് വിളിച്ചില്ലെങ്കിലും പോണമിറങ്ങി. ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കോട്ടേന്ന് കരുതിയാവും അമ്മയൊന്നും വന്ന് വിളിക്കാത്തത്. അവനൊന്ന് മൂളി. മറ്റൊരു ദിവസം റിസപ്ഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ശിവൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വീട്ടിൽ കാണാത്തത്. അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് അവിടെയുള്ളത്. അവരോട് സംസാരിക്കാൻ അവൻ അത്ര വലിയ താല്പര്യമില്ല. എല്ലാത്തിൻ്റെയും സ്വഭാവം അങ്ങനെയൊക്കെയാണ്. ഒന്നിനോടും ഒരുപാട് അടുക്കാനും കൊള്ളില്ല. ഭദ്ര പോകാമെന്ന് പറയുമ്പോഴും ശിവൻ മടിക്കുന്നത് അവളെ കണ്ടു കഴിയുമ്പോൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. സ്വന്തം കുടുംബക്കാരുടെ സ്വഭാവം അവനോളം മറ്റാർക്കാണ് അറിയാവുന്നത്? അവളെ വേദനിപ്പിക്കാൻ ഒരാളെങ്കിലും ശ്രമിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും അവളുടെ കണ്ണൊന്ന് നിറച്ചാൽ, അതിന് കാരണമായാൽ ക്ഷമിക്കാൻ കഴിയില്ല തനിക്ക്. എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല. ഇവിടെ ഒതുങ്ങിയിരിക്കുന്നതും അതുകൊണ്ടാണ്. ധന്യ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നുള്ള ചോദ്യം അവിടെ ഉയരും. കുടുംബത്തിൽ നടന്നതൊന്നും ആർക്കും ഇതുവരെ അങ്ങനെ അറിയില്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണോ പോകാൻ മടിക്കുന്നത് ശിവേട്ടൻ? അവൻ പതിയെ തലയാട്ടി. അതിനെന്താ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എപ്പോഴായാലും ആരെങ്കിലുമൊക്കെ അത് ചോദിക്കില്ലേ? ഇതൊക്കെ എപ്പോഴാണെങ്കിലും നേരിടേണ്ട കാര്യങ്ങളല്ലേ? അതൊക്കെ ഇപ്പോൾ നീ പറയും. താഴെ ചെല്ലുമ്പോൾ ഏതെങ്കിലും അമ്മായിമാർ നിന്നോട് ആരാണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അതോടെ നീ നിന്ന് കരയും. എനിക്കറിയില്ലേ എൻ്റെ ഭദ്രയും, പുറമേയുള്ള ഈ ചാട്ടമൊക്കെയല്ലേ ഉള്ളൂ നിനക്ക്, അതും എൻ്റെ അടുത്ത്. അതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പോൾ ഞാൻ ശിവേട്ടൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ പിന്നെ എന്തിനു പേടിക്കാനാ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞോളാം. അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ താഴേക്ക് പോകുന്നത്. ശിവേട്ടൻ കൂടെ നിന്നില്ലേലും അവിടെ എവിടെയെങ്കിലും കാണില്ലേ? അത് മതി. ശിവേട്ടനെ കാണുമ്പോൾ ആരും ഒന്നും ചോദിക്കാൻ വരില്ല.
ഉം. പിന്നെ അമ്മയും അച്ഛനുമൊക്കെ ഉണ്ടല്ലോ. എന്താ പോകാം നമുക്ക്? അവനൊന്ന് മൂളി. നീ പോയി ഡ്രസ്സ് മാറ്, നമുക്ക് പോകാം. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കും. തലവേദന മാറണമെങ്കിൽ ഒരു ചായ കുടിക്കണം. രാവിലെ തൊട്ടുള്ള അലച്ചിലല്ലേ. നല്ല തലവേദനയുണ്ടോ? ഇല്ല, പെട്ടെന്ന് പോകാം. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. ഭദ്രയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. ഇങ്ങനെ മുറിയിൽ കയറി ഇരിക്കുന്നതിൽ താഴെയുള്ളവരൊക്കെ എന്തെങ്കിലും പറയുമെന്നൊക്കെയുള്ള ചിന്ത കുറേ നേരമായി അവളെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു കല്യാണ വീടാണ്. ഇവിടെ ആദ്യം തിരക്കുന്നത് കല്യാണ പെണ്ണിനെയാണ്. അതുകൊണ്ട് ഇവിടെ റൂമിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല. അത് ശിവേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും കൂടിയല്ലേ ബാധിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഓർത്തപ്പോൾ തന്നെ പെട്ടെന്ന് ശിവേട്ടനെ കൂട്ടി താഴേക്ക് പോകാൻ തീരുമാനിച്ചത്. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കൂടി നോക്കണ്ടേ. ഭദ്ര പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ശിവനും അവൾക്കൊപ്പം ഒരുങ്ങി റൂമിന് പുറത്തേക്കിറങ്ങി. രണ്ടാളും ഒരുമിച്ച് താഴേക്കിറങ്ങുമ്പോൾ അവൻ്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു. ഒന്നിനും ആർക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്ന പോലെ.